കൊച്ചേട്ടനെ വായിച്ച് എല്ലാവരുടെയും മനസ്സിൽ അത് വരും. ഡെമോക്രസിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മുടേതൊരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. ഡെമോക്രസിയിൽ റെപ്രസെൻറ്റേഷൻ വേണം. എന്നാൽ ആ റെപ്രസെൻറ്റേഷൻ ആര് തീരുമാനിക്കും എന്നിടത്താണ് പ്രശ്നം. ഈ ഭരണകൂടത്തിൽ, ഭരണവ്യവസ്ഥയിൽ ആദിവാസികളും ദളിതരും പ്രതിനിധീകരിക്കപ്പെടണം എന്നത് ശരിയാണ്. ആ പ്രതിനിധികളെ ആര് തീരുമാനിക്കും? പാർട്ടികൾ തീരുമാനിക്കും, പാർട്ടി യജമാനന്മാർ തീരുമാനിക്കും. അത് റെപ്രസെൻറ്റേഷനല്ല. മേലാളന്മാർ തീരുമാനിക്കുന്ന പ്രതിനിധികൾ ഒരിക്കലും സ്വന്തം ജനതയുടെ പ്രതിനിധികളായിരിക്കുകയില്ല ദളിതരെ സംബന്ധിച്ചിടത്തോളം. അതാണ് വട്ടമേശ സമ്മേളനത്തിലെ പ്രശ്നം. അവിടെ നിൽക്കാൻ നമുക്കറിയാം. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് ബാബാ സാഹേബ് വന്ന് പറഞ്ഞ കാര്യം അതുതന്നെയാണ്. സ്വന്തം ജനതയെ പ്രതിനിധീകരിക്കാൻ ശക്തരായ ജനങ്ങൾ വേണം. അതുകൊണ്ട് ഡെമോക്രസിക്കകത്ത് ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയെ പുനഃപരിശോധിക്കേണ്ടി വരും. ഇന്ന് കേവലം ഓർണമെൻ്റൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് വേണ്ട. 100-ലധികം പേര് പാർലമെൻറ്റിലുണ്ട്, 16 പേര് കേരള നിയമസഭയിലുണ്ട്. പക്ഷേ ദളിതൻ്റെ കാര്യവും ആദിവാസികളുടെ കാര്യം വരുമ്പോൾ എല്ലാവരും മിണ്ടാവ്രതത്തിലാണ്. അപ്പോൾ ആരെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്? അതുകൊണ്ട് ഈ രാജ്യത്തെ ദളിതരെ പ്രതിനിധീകരിക്കുന്നവർ ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടികളല്ല. പാർട്ടികളെക്കാൾ അധികം അവർ ആരുടെ ജനങ്ങളാണോ അവരാണ് എന്ന നിലയിലേക്ക് നമുക്ക് ഡെമോക്രസിക്ക് ഒരു ഷിഫ്റ്റ് വേണം. ആ ഷിഫ്റ്റിനെ സംബന്ധിച്ചാണ് കൊച്ചേട്ടൻ അത്തരം ആലോചനകളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും 1955 ഓഗസ്റ്റ് മാസം 27-ാം തീയതി ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ്റെ അംബേദ്കർ പങ്കെടുത്ത അവസാന സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രമേയമുണ്ട്. ആ പ്രമേയം പറഞ്ഞ് നിർത്തുകയാണ്. ആ പ്രമേയത്തിൽ സ്വന്തം ഭരണഘടന അദ്ദേഹം എഴുതിയിട്ട് അതിന് എല്ലാ തരത്തിലും 2 വർഷവും 11 മാസവും ഏതാണ്ട് 18 ദിവസവും എടുത്ത് പൂർത്തീകരിച്ച ഭരണഘടന, 7400-ലധികം പ്രതിനിധികൾ, ഭേദഗതികൾ, അതിനെല്ലാം മറുപടികൾ പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും ഒടുവിൽ ഞാൻ പാർലമെൻറ്റിലെ ലോക്സഭാ സെക്രട്ടറി എഴുതിയൊരു പുസ്തകമുണ്ട്. NBS ആണ് പ്രസിദ്ധീകരിച്ചത്. അതിനകത്ത് ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ പാർലമെൻറ്റിൽ 2,97,000 വാക്കുകളിലാണ് മറുപടി പറയുന്നത്. തൊട്ട് താഴെയുള്ള TT കൃഷ്ണമാചാരി പറയുന്നത് വെറും 97,000 വാക്കുകളുമാണ്. അപ്പോൾ അത്രത്തോളം മറുപടി പറഞ്ഞ അംബേദ്കർ പക്ഷേ തോറ്റപ്പോൾ അനുഭവമാണ്. ഈ റെപ്രസെൻറ്റേഷൻ തിരുത്തണം. അതുകൊണ്ട് ഈ പ്രമേയത്തിൽ അദ്ദേഹം പറഞ്ഞു, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് നമുക്ക് തിരിച്ചു കൊണ്ടുവരിക സാധ്യമല്ല. പഴയ നിയോജക മണ്ഡലം ഉണ്ടല്ലോ, അത് തിരിച്ചു കൊണ്ടുവരിക സാധ്യമല്ല, അപ്രായോഗികമാണ്. അതിനി നമുക്ക് വേണ്ട. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് ഇൻ പ്ലേസ് ഓഫ് ദി സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ്, ഒരു വ്യക്തി ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനത്ത് വി നീഡ് മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓർ പ്ലൂറൽ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് വിത്ത് ക്യൂമുലേറ്റീവ് എഫക്റ്റ്. അംബേദ്കർ പറയുകയാണ്, ഒരു അംഗമണ്ഡല സ്ഥാനത്ത്, ഒരു മണ്ഡലത്തിൽ, ഒരു നിയോജക മണ്ഡലത്തിൽ പാർലമെൻറ്റിൽ ഒരു സീറ്റിൽ ഒരാൾ മത്സരിക്കുക എന്ന സ്ഥാനത്ത് ഇന്ത്യക്ക് നമുക്ക് ഒരേ മണ്ഡലത്തിൽ ഒന്നിലധികം അംഗങ്ങൾക്ക് ഒരേ സമയം മത്സരിക്കാൻ കഴിയുന്ന, അല്ലെ ഇന്ത്യയിൽ എവിടെയും ഒരു പ്രത്യേക ആശയത്തിൻ്റെ പ്രതിനിധികൾ മത്സരിച്ച് അവരുടെ വോട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കളക്റ്റീവായ ക്യൂമുലേറ്റീവ് എഫക്റ്റിലൂടെ പ്രാതിനിധ്യം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം. 1955 ഡോക്ടർ അംബേദ്കർ. ആ ആലോചനയാണ് ഇന്ന് ജർമ്മനിയിലെ PES പ്രൊപ്പോർഷണേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം. ജർമ്മനിയിൽ, നോർവേയിൽ, ഡെൻമാർക്കിൽ, ലോകത്തെ 85 ഡെമോക്രാറ്റിക് കൺട്രികൾ അംബേദ്കർ പറഞ്ഞ ഈ പ്രൊപ്പോർഷണേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം എന്ന സമ്പ്രദായത്തിലേക്ക് മാറിയപ്പോഴും പഴയ കൊളോണിയൽ മെത്തേഡിലുള്ള ദുഷിച്ച ഈ വോട്ടും അതേപോലെ സീറ്റും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു മാതൃകയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മാതൃക അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ SIR-ഉം ഈ പറയുന്ന ഡീഫ്രാഞ്ചൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ ഇലക്ട്രൽ സിസ്റ്റം തന്നെ പൊളിച്ചെഴുതണമെന്ന് അംബേദ്കർ പറഞ്ഞു. അംബേദ്കറോടൊപ്പം ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ മുസ്ലിം നേതാക്കളാണ് ഒരുപക്ഷെ ഇതേ ആശയം അന്ന് ഉയർത്തിയത്. ഈ ടെൽട്ടുംബ്ലെ അംബേദ്കറുടെ തലമുറയിൽ കുടുംബത്തിലൊക്കെ പെട്ടാണെന്ന് അവകാശവാദം ഉണ്ടെങ്കിലും കാര്യമായി അംബേദ്കറെയും ലോകത്തെയും വായിക്കുന്നതിനകത്ത് ഇപ്പോഴും വർഗപരമായ കണ്ണട വലിച്ചെറിയാത്തത് കൊണ്ട് അബദ്ധങ്ങൾ നിരന്തരം എഴുന്നള്ളിക്കുന്ന കൂട്ടത്തിൽ മാതൃഭൂമിയുടെ ലേഖനത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടെൽട്ടുംബ്ലെ അബദ്ധങ്ങൾ പറയുന്നുണ്ട്. അംബേദ്കർ PS കണ്ടില്ല എന്ന്. മിസ്റ്റർ ടെൽട്ടുംബ്ലെ വായിക്കണം. നിങ്ങൾ എത്ര വലിയ കനത്ത പുസ്തകങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല. ബാബാ സാഹേബ് അംബേദ്കർ ഈ ഒരു പ്രമേയം വായിച്ചിരുന്നുവെങ്കിൽ ടെൽട്ടുംബ്ലെ ഈ തരത്തിലുള്ള മടയത്തരം പറയില്ല. അപ്പോൾ ഇൻ്റലക്ച്വൽ ആണെന്ന് പറയുകയല്ല, അംബേദ്കറെ ആഴത്തിൽ വായിച്ചിരുന്നാൽ, ഞാൻ പറഞ്ഞല്ലോ 55 പ്രമേയമാണ് ഞാൻ കോട്ട് ചെയ്തത്. ബാബാ സാഹേബ് അംബേദ്കർ അങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്. ഒരു കാര്യം കൂടി അദ്ദേഹം അതിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു, നമുക്ക് വെറും റെപ്രസെൻറ്റേറ്റീവ്സ് പോരാ, നമുക്ക് വന്ന സംവരണ സീറ്റുകൾ ഉണ്ടല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ സംവരണ സീറ്റുകളിൽ ഒരു തിരുത്തൽ വേണമെന്നും കൂടി അംബേദ്കർ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക്
ഇപ്പോഴുള്ള ഈ പ്രാതിനിധ്യം എഫക്റ്റീവ് റെപ്രസെൻറ്റേഷനായി മാറ്റണം. ക്വാളിറ്റേറ്റീവ് ജോയിൻറ്റ് ഇലക്ട്രേറ്റ്. ഇപ്പോൾ ഉള്ള ജോയിൻറ്റ് ഇലക്ട്രേറ്റാണ് ദളിതൻ്റെ ഒരു സ്ഥാനാർത്ഥി നിന്നാൽ കുറച്ച് ദളിതരും കൂടുതൽ അദളിതരും വോട്ട് ചെയ്യുന്നു, അങ്ങനെയാണ് ജയിച്ചു വരുന്നത്. അപ്പോൾ ഈ ജയിച്ചു വരുന്നവൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കൂടുതൽ വോട്ട് കിട്ടിയത് ദളിതരിൽ നിന്നല്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് കായംകുളം സ്ഥലത്ത്, അവിടെ കായംകുളത്തെ പ്രതികരിക്കുന്ന MP ഉണ്ട്, പട്ടികജാതിക്കാരനാണ്, നമ്മുടെ MP ആണ്. പക്ഷേ അദ്ദേഹം ദലിതന് വേണ്ടി MP ഫണ്ടിൽ നിന്ന് എന്ത് ചെലവഴിച്ചു എന്ന് നമ്മൾ ചോദിച്ചാൽ ഒരുപക്ഷെ ലൈബ്രറി പോലും കാണുകയില്ല. ചില അമ്പലക്കുളങ്ങളുടെ മുമ്പിൽ ബോർഡ് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു, MP ഫണ്ട്. താഴെ നോക്കിയപ്പോൾ പട്ടികജാതി MPയുടെ പേരാണ്. അപ്പോൾ സവർണൻ്റെ അമ്പലങ്ങൾ നവീകരിക്കാൻ ലക്ഷങ്ങൾ മുടക്കിയിരിക്കുക. ദളിതൻ്റെ ഒരു കോളനി ലൈബ്രറി സ്ഥാപിക്കാൻ നമ്മുടെ MLA മാർക്കും MPക്കും ഫണ്ടില്ല. എന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞത് ക്വാളിറ്റേറ്റീവ് ജോയിൻറ്റ് ഇലക്ടറേറ്റ് വേണം എന്ന് പറഞ്ഞാൽ ഒരു പട്ടികജാതിക്കാരൻ MLA ആയിട്ട് മത്സരിച്ചാൽ, MP പദവിയിലേക്ക് അവർ മത്സരിച്ച് നിയമസഭയിലേക്ക് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചാൽ അയാൾ ജയിക്കണമെങ്കിൽ 50% വോട്ട് സമുദായത്തിൽ നിന്ന് തന്നെ അയാൾക്ക് ലഭിക്കണം. ബാക്കി 50% ആര് വേണേ തന്നോട്ടെ. അയാളുടെ ടോട്ടൽ വോട്ട്സിൻ്റെ 50% ലോക്ക് ചെയ്ത് റൈഡർ വെച്ച് അത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് അംബേദ്കറുടെ നിർദ്ദേശം 55-ലെ നെഹ്റു ഇതിനെ അവഗണിച്ചു. ഇന്ത്യൻ ഡെമോക്രസി ഇപ്പോഴും അവഗണിക്കുന്നു.